പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്തെ നിരവധി ബൂത്തുകളിൽ റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മെയ് 2-നകം റീപോളിംഗ് പൂർത്തിയാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആകെ 77 പരാതികളാണ് കമ്മീഷന് ലഭിച്ചത്. വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 77 ബൂത്തുകളിൽ റീപോളിംഗ് നടത്താനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഇവിഎമ്മുകളിൽ കൃത്രിമം കാണിക്കാൻ ശ്രമം നടന്നതായും ബൂത്ത് പിടിച്ചെടുക്കൽ, വോട്ടർമാർക്ക് നേരെയുള്ള ഭീഷണി, ആക്രമണങ്ങൾ എന്നിവയും നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാം ഘട്ട വോട്ടെടുപ്പിനിടെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിലെ ഇവിഎമ്മുകളിൽ ബിജെപിയുടെ ബട്ടന് നേരെ ടേപ്പ് പൊട്ടിച്ച് കൃത്രിമം കാണിച്ചതായും ബിജെപി സ്ഥാനാർത്ഥിയുടെ പേര് മറച്ചുവെച്ചതായും ആരോപണം ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി ഗൗരവമായി എടുക്കുകയും അത്തരം ബൂത്തുകളിൽ വീണ്ടും പോളിംഗ് നടത്താൻ, അതായത് റീപോളിംഗ് നടത്താൻ ഉത്തരവിടുകയും ചെയ്തു. ഇവിഎമ്മുകളിൽ കറുപ്പ് അല്ലെങ്കിൽ വെള്ള ടേപ്പ് കണ്ടെത്തിയാൽ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും റീപോളിംഗ് നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ പറഞ്ഞു. അതായത് ഒരു ബൂത്തിൽ മാത്രമാണ് ഇങ്ങനെ കണ്ടെത്തിയാൽ പോലും എല്ലാ ഏരിയയിലും ഒന്നും കൂടെ റീപോളിംഗ് നടത്തുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ പറഞ്ഞത്. ഒരു പ്രത്യേക നിയമസഭാ മണ്ഡലത്തിലെ നിരവധി ബൂത്തുകളിൽ അത്തരം ടേപ്പുകൾ കണ്ടെത്തിയാൽ മുഴുവൻ മണ്ഡലത്തിലും റീപോളിംഗ് നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. ഫാൽട്ട പ്രദേശത്തെ ഒരു ബിജെപി സ്ഥാനാർത്ഥിയുടെ പേര് ഇവിഎമ്മിൽ ടേപ്പ് ഉപയോഗിച്ച് മറച്ചു എന്നതാണ് പരാതിയുടെ ആദ്യ തുടക്കം. പരാതി ഗൗരവമുള്ളതാണെന്ന് ബിജെപി നേതാക്കൾ പരാതിപ്പെടുന്നു. പരാതി ഗൗരവമുള്ളതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തുന്നു. അതിനുശേഷം അന്വേഷിക്കാൻ കളക്ടർ, അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ അവരുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഇത് പരാതിയിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റീപോളിംഗ് നടത്താനായിട്ട് ഉത്തരവിട്ടത്. പശ്ചിമ ബംഗാളിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന് മുമ്പ് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരുകൾ ഇവിഎമ്മുകളിൽ വ്യക്തമായി കാണുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രിസൈഡിംഗ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു സ്ഥാനാർത്ഥിയുടെ ബട്ടണും ടേപ്പ്, പശ അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ കൊണ്ട് മൂടിയിട്ടില്ലെന്ന് വ്യക്തമായി വോട്ട് ചെയ്യാൻ വരുന്നവന്, അതായത് വോട്ട് രേഖപ്പെടുത്താൻ വരുന്നവന് കാണാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കർശനമായ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. വോട്ടിന്റെ രഹസ്യം ലംഘിക്കുന്നതിനായി ബാലറ്റ് യൂണിറ്റിലെ സ്ഥാനാർത്ഥി ബട്ടണിൽ നിറമോ മഷിയോ പെർഫ്യൂമോ മറ്റ് രാസവസ്തുക്കളോ പ്രയോഗിക്കരുതെന്നും അത്തരമൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രിസൈഡിംഗ് ഓഫീസർ ഉടൻ തന്നെ നിർബന്ധമായും സെക്ടർ ഓഫീസറെയോ റിട്ടേണിംഗ് ഓഫീസറെയോ അറിയിക്കണമെന്ന് കർശന നിർദ്ദേശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. അത്തരം കേസുകളെല്ലാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിച്ചതായി സംശയിക്കുന്നുണ്ട്. ഇത് ഗുരുതരമായ തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യമാണെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുകയാണ്. ഇത്തരമൊരു കേസ് കണ്ടെത്തിയാൽ റീപോളിംഗിന് ഉത്തരവിടുന്നത് ഉൾപ്പെടെ ഉത്തരവാദികൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് ഇട്ടിടുന്നുണ്ട്. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം യുപിയിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് എത്തിയ ഷാർപ്പ് ഷൂട്ടറായ ശർമ്മയെ മാറ്റാനുള്ള ഒരു നീക്കവും ഇന്ന് സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജി പോയിട്ടുണ്ട്. പക്ഷേ ആ ഹർജി സുപ്രീം കോടതി എടുത്ത് തള്ളാനാണ് സാധ്യത. കാരണം ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഏത് സംസ്ഥാനത്ത് നിന്ന് വേണമെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ, അവിടെ പോലീസ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥനെ അവിടെ ഡ്യൂട്ടിക്കായിട്ട് നിയോഗിക്കാം. പ്രത്യേക വകുപ്പ് നൽകി അല്ലെങ്കിൽ പ്രത്യേക പോസ്റ്റ് നൽകി ഡ്യൂട്ടിക്കായിട്ട് നിയോഗിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഈ ഹർജി സുപ്രീം കോടതി വലിച്ചു കീറി ചവറ്റുകുട്ടയിലിടാനാണ് സാധ്യത കൂടുതൽ.